but we don't talk anymore. Hello guys, welcome back to our channel. അപ്പൊ ഒരുപാട് ദിവസങ്ങൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം ഞങ്ങൾ തിരിച്ചു വന്നിരിക്കുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മള് വീഡിയോ ഇടാത്തതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അത് നമ്മളൊരു ചിറ്റ് ചാറ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാരും നോമ്പൊക്കായിട്ട് നല്ല എൻജോയ് ആയിട്ട് പോവാന്ന് വിശ്വസിക്കുന്നു. നമ്മളും നോമ്പൊക്കായിട്ട് ഇങ്ങനെ പോകുന്നു, അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആണ്. റെസിപ്പി എവിടെന്നാ കിട്ടിയെന്ന് വെച്ചാൽ ഇൻസ്പയർഡ് ആയതാണ്. നമ്മള് എന്താ പറയാ, നമ്മള് വ്ളോഗ് കണ്ട് നമ്മളിങ്ങനെ ഇൻസ്പയർ ആയിട്ട് ഓക്കെ നമ്മളിത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചൊരു സംഭവമാണ്. സാധാരണ എല്ലാവരും ഇൻസ്പയർ ആവണം ഇൻസ്റ്റയിലൊക്കെ റീൽ കണ്ടിട്ട്, അല്ലെങ്കിലും നമ്മള് ഈ സാധനം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ്. ഐറ്റം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, ലോഡഡ് ഫ്രൈസ് ആണ്. അപ്പൊ നോർമലി നമ്മൾ ഇവിടുന്ന് പുറത്തൊക്കെ പോയിട്ട് കഴിക്കലുണ്ട്, പക്ഷെ അത് വെറൈറ്റി ഓഫ് ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ 2-3 ടൈംസ് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, അത് ഡിഫറെന്റ് ടേസ്റ്റ് ആണ്. നമ്മൾ ഡിഫറെന്റ് മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നിപ്പോ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹനാൻഷ ബ്രദർ ഉണ്ടാക്കിയ ഈച്ചു ഉണ്ടാക്കിയ വ്ളോഗ്, ഈച്ചുവിന്റെ വ്ളോഗ് വ്ളോഗിൽ നമ്മള് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്ന കണ്ടു. അപ്പൊ അതില് ഒരുപാട് സോസും കാര്യങ്ങളും ചീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ആൾ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചു വൈ കാണ്ട് വി മേക്ക് ഇറ്റ്. അപ്പൊ നമ്മൾ വിചാരിച്ചു അത് ഉണ്ടാക്കാന്നുള്ള രീതിയില് നമ്മൾ എന്താക്കി, നമ്മൾ കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. ഇൻസ്പയർഡ് ഞങ്ങൾ ആക്ച്വലി ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. കസിൻസ് വന്നിട്ട് അവന്മാര് പറഞ്ഞിട്ടേ നമുക്ക് ഇന്ന സാധനം ഉണ്ടാക്കിയാലോ. എല്ലാവരും അല്ല കേറി വന്ന ഉടനെ ഇങ്ങനെയായിരുന്നു, നീ ആ വീഡിയോ കണ്ടാ, നമുക്കത് ഉണ്ടാക്കിയാലോ. വീട്ടിലെല്ലാരും ഹനാൻഷ വ്ളോഗ് ഇപ്പൊ കാണുന്നത്, റമദാൻ കാണില്ല. ഹനാൻഷാന്റെ മ്യൂസിക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വ്ളോഗ് ഇപ്പൊ അത് ഇൻസ്പയർഡ് ആയിട്ട് ഇപ്പൊ ഈച്ചുവിന്റെ വ്ളോഗിൽ കൂടെ നമ്മള് ലോഡഡ് ഫ്രൈസ് കണ്ടു. നമ്മൾ വിചാരിച്ചു ഓക്കെ ജസ്റ്റ് ട്രൈ ചെയ്യാന്നുള്ളത്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്. സക്സസ് ആവില്ലെന്നൊന്നും അറിയത്തില്ല. നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയത്തില്ല. ചില ആൾക്കാർ ചീസ് ലവേഴ്സ് ഉണ്ട്, ചില ആൾക്കാർ ചീസ് ലവേഴ്സേ അല്ല. എസ്പെഷ്യലി ഞാൻ ചീസ് ലവർ അല്ല. സോസും ഇഷ്ടമല്ല, സോസും അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളും ഞങ്ങളുടെ ഒപ്പം ട്രൈ ചെയ്യാം. ഞങ്ങളുടെ ഒപ്പം അല്ല, ഞങ്ങൾക്കൊന്ന് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയാം. എനിവേ അവർ ഓൾറെഡി അപ്രൂവ് ചെയ്തതാണ്. അപ്പൊ നമ്മളും ചെയ്ത് നോക്കാം. അവര് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു ആ ലോഡഡ് ഫ്രൈസിന് അങ്ങനെ പേരൊന്നുമില്ല, ജസ്റ്റ് നോർമൽ ലോഡഡ് ഫ്രൈസ്, ഈച്ചു സ്പെഷ്യൽ. അപ്പൊ നമ്മളുടെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, ഈച്ചു സ്പെഷ്യൽ ലോഡഡ് ഫ്രൈസ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഗൈസ്, നമ്മൾ ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ട് ഇവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈച്ചു പറഞ്ഞ പോലെ തന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, പിന്നെ ഒരു മുട്ടയും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് വെച്ചിട്ട് കുറച്ചു നേരമായി. അപ്പൊ ഇവിടെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഫ്രോസൺ ആണ് എടുത്തിട്ടുള്ളത്, അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 സെറ്റ് ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യണം. കുറെ സോസ് ഒക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുണ്ട് ഗൈസ്, നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ ലോഡഡ് ഫ്രൈസ് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കനും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സോസസ് നമ്മൾ കുറെ വാങ്ങിയിട്ടുണ്ട്, അത് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഗൈസ്, നമുക്ക് ലോഡഡ് ഫ്രൈസിന് വേണ്ടിയിട്ടുള്ള സോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മയോണൈസ് ഉണ്ട്, പിന്നെ സാൻഡ്വിച്ച് സ്പ്രെഡ് ഉണ്ട്, പിന്നെ ഇത് തിക്ക മയോനൈസ് ആണ്. പക്ഷെ നമ്മൾ വീഡിയോയിൽ കണ്ട തന്തൂരി മയോനൈസ് ആണ്, അതിവിടെ ഇല്ലായിരുന്നു ഗൈസ്. 2-3 കട കയറി ഇറങ്ങിയിട്ട് സാധനം കിട്ടിയില്ല. പിന്നെ നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പെരി പെരി സോസ് ആണ് കിട്ടിയേക്കുന്നത്, അതിൽ പെരി പെരി പൗഡർ ആണ് ഇടുന്നത്. അതും നമ്മൾ 2-3 ഷോപ്പിൽ നോക്കിയിട്ട് അതും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോർമലി ഒറിഗാനോ, പിന്നെ നമുക്ക് വേണ്ടത് സാൻഡ്വിച്ച് ചീസും മൊസറല്ല ചീസും കൂടെയാണ്.
ലോഡഡ് ഫ്രൈസ് മാത്രമല്ല ഗൈസ്, നമ്മളുടെ ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്നാക്സ് ആയിട്ട് ഇന്ന് ലുക്കേമാത്തും കൂടിയുണ്ട്, പക്ഷേ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഇപ്പം ഫ്രൂട്ട്സ് ആയിട്ടുണ്ട്, പിന്നെ ജ്യൂസ്, വാട്ടർമെലൺ ജ്യൂസ് ആയിട്ടുണ്ട്, പിന്നെ ലോഡഡ് ഫ്രൈസ് ഓൺ പ്രോസസ്സാണ്. അപ്പം നമുക്ക് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, നമ്മളിതാ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ആഡ് ചെയ്യാണ്. ഇവിടെ എനിക്ക് അസിസ്റ്റൻ്റ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ അസിസ്റ്റൻ്റാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് തരുന്നത്. ഞങ്ങൾ ജസ്റ്റ് നിന്ന് കൊട്ടേഷൻ അടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ടിട്ടുണ്ട് ഫ്രഞ്ച് ഫ്രൈസ്. ഇത് ലെയർ ആയിട്ടാണ് വരുന്നത്. അപ്പം ആദ്യം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളുടെ സോസസ് ഏതൊക്കെയാണെന്നുള്ളത് വരിയായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്ത തിക്ക മയോനൈസ് സോസ് ആയിരുന്നു. പിന്നെ നമ്മൾ പെരി സോസ് ആഡ് ചെയ്യുന്നുണ്ട്. എടുത്ത് വെച്ചേക്കുന്ന എല്ലാ സോസസും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പം സെക്കൻഡായിട്ട് ഇങ്ങനെ ഓർഡറിൽ പോകണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മളിത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ തിക്ക മയോനൈസ് സോസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെരി സോസ് ഒഴിച്ചു. പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നോർമൽ മയോനൈസ് ആണ്. മയോനൈസും കൂടെ ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ സാൻഡ്വിച്ച് സ്പ്രെഡ് അതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒറിഗാനോ, ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലോണം കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ടാണെങ്കിൽ കൈ കൊണ്ട്, ഗ്ലൗസ് കൊണ്ടാണെങ്കിൽ ഗ്ലൗസ്. നമ്മൾ ഗ്ലൗസൊക്കെ എടുത്തിട്ടതായിരുന്നു, പക്ഷേ അവൻ്റെ കയ്യിൽ അത് കയറിയിട്ടുണ്ടായിരുന്നില്ല, പൊട്ടിപ്പോയി. അങ്ങനെ നമ്മൾ പിന്നെ കൈ കൊണ്ട് തന്നെ കുഴയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരേ കുഴ തന്നെ അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസ് എല്ലാ സോസസും ഒക്കെ ആയിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ചീസാണ്. ഇത് നമ്മളുടെ സാൻഡ്വിച്ച് ചീസാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 2-3 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പീസസ് ആക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വരുന്നത് കുറച്ച് ഹെവി സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഡയറ്റ് നോക്കുന്ന ആൾക്കാരൊന്നും ഇത് തിന്നാൻ പാടില്ല, ബിക്കോസ് ഹെവിയാണ്. ഇത് തിന്നാലേ കുറച്ച് തിന്നാൽ മതി, വയറ് ഫുള്ളാവും. കാരണം ഓവർലോഡ് ചീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളിവിടെ സാൻഡ്വിച്ച് ചീസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് ആഡ് ചെയ്യാൻ പോകുന്ന മൊസറല്ല ചീസും കൂടെയാണ്. ഇതെല്ലാം ഫസ്റ്റ് ലെയറിൽ നമ്മൾ ആഡ് ചെയ്തതാണ്. ഇതിന് ശേഷമാണ് നമ്മളുടെ കഥാനായകൻ ചിക്കൻ വരുന്നത്. ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമ്മൾ ഈ ചീസെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതും ഒരു ലെയറായിട്ട് നമ്മൾ ആഡ് ചെയ്യും. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഈ ബാക്കി വന്നേക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ് അടുത്ത ലെയറിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്ത എല്ലാ സോസസും അതിലും ആഡ് ചെയ്യുക. അതായത് നമ്മൾ എടുക്കുകയാണ്, രണ്ടാമത്തെ ലെയറിൻ്റെതാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ള സോസസ് നമ്മൾ ഓർഡറിലൊന്നും അല്ല ഇത് ആഡ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ആഡ് ചെയ്യാം. നമ്മൾ പിന്നെയും റിപ്പീറ്റഡ് ആയിട്ടുള്ള സോസസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ മയോനൈസ്, സാൻഡ്വിച്ച് സ്പ്രെഡ്, ഒറിഗാനോ, പെരി സോസ്, തിക്ക മയോനൈസ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇതും ആ ചിക്കൻ്റെ അപ്പർ ലെയറായിട്ട് പിന്നെയും ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇടാം. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ലെയറും നമ്മളിവിടെ ഫ്രഞ്ച് ഫ്രൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ താഴെ ചെയ്ത പോലത്തെ സ്റ്റെപ്പ് തന്നെയാണ്. പിന്നെയും നമ്മൾ സാൻഡ്വിച്ച് ചീസ് ആഡ് ചെയ്യുക, കുറച്ച് മൊസറല്ല ചീസ് ആഡ് ചെയ്യുക, പിന്നെയും ചിക്കൻ ആഡ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മുകളിൽ പിന്നെ നമ്മൾ ഇതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് മിക്സ് ആക്കിയിട്ട് പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കുക. ഓൾമോസ്റ്റ് ഒരു 2-3 ലെയേഴ്സ് ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് 1 ലെയറോ 2 ലെയറോ ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമ്മളിവിടെ കുറച്ചധികം പേരുണ്ടായിരുന്നു, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ അത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓൺ പ്രോസസ്സാണ്. പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ട്, ടേസ്റ്റും കാര്യങ്ങളൊക്കെ. എനിവേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ കഴിച്ചവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, ആലിയാക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പോൾ നമ്മൾ 3rd ലെയറിന് വേണ്ടിയിട്ട് ഓൺ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് നമ്മൾ ആദ്യം ചെയ്ത സ്റ്റെപ്പ് തന്നെയാണ്. ഫ്രഞ്ച് ഫ്രൈസ് എടുക്കുന്നു, എല്ലാ സോസസും ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ലെയർ.
അപ്പോൾ ഗൈസ് നമ്മളുടെ ഡിഷ് ഓൾമോസ്റ്റ് ഇവിടെ എൻഡിങ്ങിലേക്ക് എത്താണ്. നമ്മളിതാ ലാസ്റ്റ് ലെയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് എല്ലാ സോസസിലും മിക്സ് ആക്കിയിട്ട് നമ്മളിതാ ലാസ്റ്റ് ലെയർ ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ പിന്നെയും നല്ല ചീസി ആയിട്ടുള്ള മൊസറല്ല ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ സാൻഡ്വിച്ച് ചീസും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഓവനിൽ വെച്ചിട്ടാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നല്ലോണം ചീസൊക്കെ നല്ല മെൽറ്റായി ഫ്രഞ്ച് ഫ്രൈസിലും ചിക്കനിലും ഈ സോസസിലൊക്കെ അങ്ങനെ ബ്ലെൻഡായിട്ട് നല്ല ചൂടോട് കൂടി നമ്മൾ ഇങ്ങനെ പുള്ള് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ചീസിൻ്റെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടണം. അപ്പോൾ ഇത് നമ്മൾ അവനിൽ വെച്ചിട്ടുള്ള ഒരു 10 minutes മാക്സിമം വെച്ചിട്ടുണ്ട്. 10 to 15 minutes നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മളിതായി ചീസസ് എല്ലാം മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ ലെവലിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് വെച്ചാൽ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ലുക്ക്. ഇനിയും ഈ ചീസെല്ലാം മെൽറ്റ് ചെയ്തിട്ട് വേറെ ഒരു ലുക്കും കൂടി ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഗായ്സ് ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തത് തന്നെ നമ്മളിത് ഓയിലിൽ വെക്കാൻ പോവാണ്. ഒരു 10 minutes അല്ലെങ്കിൽ 5 minutes നമ്മൾ ഓയിൽ വെച്ചിട്ട് ഈ ചീസ് എല്ലാം മെൽറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ സാധനം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മള് ഇങ്ങനെ നല്ല ഉണ്ടാക്കണം, നോർമലി ആണ് ഉണ്ടാക്കല്. ഇത് ഈച്ചു പറഞ്ഞോണ്ട് നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് ഉണ്ടാക്കിയ റെസിപ്പിയാണ്. നമ്മള് വ്ളോഗ് കണ്ടോണ്ടിരുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ ആരുത്. അങ്ങനെ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ചൂടാണ്, പൊള്ളൊന്നു ട്രൈ നല്ല രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നല്ല ചീസി. ഞാനൊരു ചീസ് ലവർ അല്ല, പക്ഷെ ദിസ് ഇസ് ഗുഡ്, കഴിക്കാം, അടിപൊളി. നമ്മളിത് തിന്നോണ്ടിരിക്കണം, നിൽക്കുന്ന ആൾക്കാരൊക്കെ കൊതി കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് വേഗം എല്ലാരും കൂടെ കഴിക്കാം. ഈ റെസിപ്പി സക്സസ് ആയിരുന്നു, എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് പറഞ്ഞ സത്യം തന്നെയാണ്, നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യാം. ഞങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. പിന്നെ ഈച്ചുവിന്റെ വ്ളോഗും പോയി കാണാം. ഞങ്ങളെ വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമന്റ് ഇടാം, എല്ലാം ചെയ്യാം. ബെല്ലൈക്കൺ അടിച്ചു പിടിക്കാം. അടിപൊളി വീഡിയോ ആയിട്ട് തിരിച്ചു വരുന്നത്.